നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകനായ വാതാലയേശന്റെ വാസസ്ഥലമായ പുണ്യഭൂമിയാണ് ഗുരുവായൂർ. ക്ഷേത്രവും അനുബന്ധമായ ഓരോ സംഭവങ്ങളും ഗുരുവായൂര മഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു. ഓരോ മണൽത്തരിയിലും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരും വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനും നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവായൂർ എന്ന സ്ഥലം, ശ്രീകൃഷ്ണ ക്ഷേത്രം, ഐതിഹ്യങ്ങൾ, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദമായ വിവരണം, പഴയകാലം മുതലുള്ള ആഘോഷങ്ങൾ തുടങ്ങി സമകാലിക അവസ്ഥ വരെ വളരെ വിശദമായും സൂക്ഷ്മമായും പ്രതിപാദിച്ചിട്ടുള്ള പൂർണ്ണാവതാരം എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണങ്ങളാണ് പറയുന്നത്. ഗുരുവായൂർ ചരിത്രവും മഹാത്മ്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവരും ഗുരുവായൂരിൻ്റെ ചരിത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പ്രതിഷ്ഠാ മഹാത്മ്യം, ചരിത്രപദങ്ങൾ, വാഗച്ചാർത്തും നവകാഭിഷേകവും. ഇന്ന് ആറാമത്തെ ഭാഗത്ത് പറയുന്നത് ഉത്സവ ദിനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാവരും കേൾക്കുക. ക്ഷേത്ര ചൈതന്യവൃത്തിക്ക് ആവശ്യം വേണ്ട 5 കാര്യങ്ങളിൽ ഒന്നാണ് ഉത്സവം എന്ന് വിധിയുണ്ട്. ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവേനാന്നദാനേന ക്ഷേത്രാവൃത്തിസ്തു പഞ്ചത. അപ്പോൾ തന്ത്രിയുടെയും ശാന്തിക്കാരുടെയും തപശക്തി, വേദമന്ത്രജപം, ചിട്ടയോടുകൂടിയ നിത്യനിദാന കർമാനുഷ്ഠാനങ്ങൾ, ഉത്സവം, അന്നദാനം ഇവകളാണ് ക്ഷേത്രത്തിന് അഭിവൃദ്ധിയുണ്ടാകുന്നത്. തന്ത്രസമുച്ചയപ്രകാരം 7, 9, 12 എന്നിങ്ങനെ ദിവസക്ലിപ്തതയോടുകൂടി വേണം ഉത്സവാചരണം. 10-ാം ദിവസം ആറാട്ട് വരത്തക്ക വിധത്തിൽ 9 ദിവസത്തെ ഉത്സവമാണ് ഗുരുവായൂരിൽ നടത്തിവരുന്നത്. ജനശ്രദ്ധയേറെയുള്ളത് ഗുരുവായൂർ ഏകാദശി മഹോത്സവത്തിനാവാമെങ്കിലും താന്ത്രിക ദൃഷ്ട്യാ സർവപ്രധാനമായത് ഉത്സവവും അതിൻ്റെ പൂർവാംഗമെന്നോണം ആചരിച്ചു വരുന്ന സഹസ്രകലശവും തന്നെയാണ്. ആനന്ദം ജനിപ്പിക്കുന്നത് എന്താണോ അത് ഉത്സവമാകുന്നു. ഉത്സവ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും ആഘോഷിക്കുന്നതും എല്ലാം സന്തോഷം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ക്ഷേത്രങ്ങളിൽ താന്ത്രികമായ ഒരു ചടങ്ങ് എന്ന നിലയിലും ബിംബത്തിൽ നിന്ന് കുറഞ്ഞുപോയ ചൈതന്യം വീണ്ടെടുക്കുന്നതിനുള്ള ഒരു വിശിഷ്ട കർമ്മം എന്ന നിലയിലും ഉത്സവം ആഘോഷിക്കുന്നു. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്ന മതപരവും സാംസ്കാരികവും ആധ്യാത്മികവുമായ ഒരു കർമ്മമാണ് ഉത്സവങ്ങൾ. ഓരോ ക്ഷേത്രത്തിൻ്റെയും സാമ്പത്തിക കഴിവുകൾ ഉത്സവ ആഡംബരാദികൾ നടത്തുന്നതിൽ കുറവോ കൂടുതലോ ഉണ്ടാകാമെന്ന് മാത്രം. വിശേഷാൽ പൂജാദികൾ എന്തുണ്ടെങ്കിലും ആ കർമ്മം തുടങ്ങുന്നതിന് മുൻപായി ശുദ്ധി കഴിഞ്ഞിരിക്കണം. തന്ത്രസമുച്ചയം 10-ാം പടലം ശ്ലോകം 2, 3, 4 എന്നിവ വിശദമായി ശുദ്ധികർമ്മം ചെയ്യേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദോഷപരിഹാരത്തിനായി ശുദ്ധികർമ്മങ്ങൾ വിധിച്ചിട്ടുള്ള നിമിത്തങ്ങൾ കണ്ടിട്ടും പല പരിമിതികളാലും ശുദ്ധി നടത്താൻ പറ്റിയില്ല എന്ന് വരാം. അറിയാതെ വന്നുപെടുന്ന അശുദ്ധികളും ഉണ്ടാവാം. ഉത്സവത്തിന് മുമ്പ് ഒരു ശുദ്ധിയെങ്കിലും കഴിക്കുക എന്ന് വെച്ചിട്ടുള്ളത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ശുദ്ധികർമ്മം നടത്തുന്നതിനാണ്. സർവപാപ പരിഹാരാർത്ഥം എന്ന സങ്കല്പത്തിൽ ചെയ്യുന്നതാണ്. ബാഹ്യവും ആന്തരവുമായ ശുചീകരണ പ്രക്രിയ തന്നെയാണ് ശുദ്ധി. പ്രസാദ ശുദ്ധിയും ബിംബശുദ്ധിയും വെവ്വേറെയാണ്. മുളയിടൽ ചടങ്ങിന് പിറ്റേന്ന് പ്രസാദശുദ്ധിയും അതിൻ്റെ പിറ്റേന്ന് ബിംബശുദ്ധിയുമാണ് ഗുരുവായൂരിൽ നടത്തുന്നത്. പ്രസാദവും ബിംബവും ജഗന്യന്താവിൻ്റെ സ്ഥൂല വപുസും സൂക്ഷ്മ വപുസും ആണ്. അപ്പോൾ ഒരിടത്ത് സംഭവിക്കുന്ന ദോഷം മറ്റേതിനെയും ബാധിക്കും. ഒരിടത്ത് ദോഷം സംഭവിച്ചാൽ രണ്ടിടത്തും ശോധനക്രിയകൾ ചെയ്യണം. അതിനാൽ പ്രസാദത്തിങ്കൽ ദോഷം സംഭവിച്ചാൽ പ്രസാദശുദ്ധിയും ബിംബശുദ്ധിയും ഒന്നിച്ച് നടത്തണം എന്ന് സിദ്ധിക്കുന്നു. ശരീരത്തിന് രോഗം ബാധിച്ചാൽ മനസ്സിനും ക്ഷീണം വരും. മനസ്സിനാണ് രോഗമെങ്കിലും ശരീരം ക്ഷീണിക്കും എന്നതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാകുംഭാഭിഷേകത്തെക്കുറിച്ച് പറയാം. ബിംബശുദ്ധി നടക്കുന്ന അന്ന് കാലത്ത് ബിംബത്തിൻ്റെ ശുദ്ധിയെ ഉദ്ദേശിച്ചുള്ള മഹാകുംഭകലശ പൂജ നടത്തുന്നു. ഇതിനോടനുബന്ധമായി അന്ന് വൈകുന്നേരം ദേവന് കൗതുകബന്ധനം എന്ന ക്രിയയുണ്ട്. ഉള്ളിലെ നൂലോടുകൂടിയ താമര വളയവും കരിമ്പട ചരടും ചേർത്തുണ്ടാക്കുന്ന കൗതുകം, അതായത് കാപ്പ്, ബിംബത്തിൻ്റെ വലത്തെ തൃക്കൈയിൽ നിബന്ധിക്കലാണ് ഇതിലെ പ്രധാന ക്രിയ. വിശേഷാൽ എന്തെങ്കിലും ചടങ്ങിന് സന്നദ്ധനായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി വലതു കൈയിൽ കാപ്പ് കെട്ടുന്ന സമ്പ്രദായം പല കർമ്മങ്ങൾക്കും ഉള്ളതാണ്. ഉദാഹരണത്തിന് ശ്രീരാമൻ്റെ യുവരാജാവായി അങ്ങനെ അഭിഷേകം നടത്തൽ ചടങ്ങിന് കാപ്പു കെട്ടിയിരുന്നതായി വാൽമീകി രാമായണത്തിൽ സൂചനയുണ്ട്. അപ്പോൾ യാഗത്തിലെ ദീക്ഷാസ്വീകരണത്തിന് തുല്യമാണ് ഈ കൗതുകബന്ധനം. ഇനി പ്രായച്ചിത്തം. 4-ാം ദിവസം കാലത്തെ ശിവേലി കഴിഞ്ഞാൽ മഹാകുംഭം ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച്
പ്രോഷണവും ബിംബത്തിൽ അഭിഷേകവും നടക്കും. കുംഭത്തിലെ ബാക്കി വരുന്ന ജലം ദേവപാർഷദന്മാർക്ക് മുഴുവൻ തളിക്കുന്നു. ഇതോടൊപ്പം പ്രായശ്ചിത്ത ഹോമം ആരംഭിക്കുന്നു. ഇത് സ്ഥൂല ശരീരമായ പ്രസാദങ്ങളിൽ അശുദ്ധികൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരമായിട്ടാണ് നടത്തുന്നത്. 5-ാം ദിവസം കാലത്തെ ക്രിയകൾ സാമാന്യ ശാന്തി ഹോമവും അത്ഭുത ശാന്തി ഹോമവുമാണ്. സാമാന്യ ശാന്തി ഹോമം അറിയാതെ വരുന്ന മാലിന്യങ്ങൾക്കും ന്യൂനതകൾക്കുമുള്ള പരിഹാരമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വിപത്തുകൾ, സ്ത്രീലകത്ത് സംഭവിച്ചിട്ടുണ്ടാകാവുന്ന അപാകതകൾ എന്നിവയ്ക്ക് പരിഹാരമായിട്ടാണ് അത്ഭുത ശാന്തി ഹോമം. അന്ന് വൈകിട്ട് ഹോമകുണ്ടങ്ങൾക്കുള്ള സ്ഥലശുദ്ധിയും ശ്വാക്കളും മറ്റും അമ്പലത്തിൽ കടക്കുന്നത് കൊണ്ടുണ്ടായേക്കാവുന്ന ദോഷങ്ങൾക്ക് ഉപശാന്തിയായി നടത്തുന്ന നായ്ശാന്തി ഹോമവും കള്ളന്മാരകത്ത് കടന്നാലുള്ള ദോഷപരിഹാരമായുള്ള ചോരശാന്തി ഹോമവും 6-ാം ദിവസം യഥാവിധി നടത്തുന്നു. അന്ന് രാവിലെ തന്നെ സഹസ്രകലശത്തിൻ്റെ കലശമണ്ഡപമായ കൂത്തമ്പലത്തിനുള്ള സ്ഥലശുദ്ധിയുമുണ്ട്. അപ്പോൾ പരികർമ്മികൾക്ക് വളരെയേറെ തിരക്കുള്ള ദിവസമാണ്. ബ്രഹ്മകലശത്തിലേക്കുള്ള വിവിധ ദ്രവ്യങ്ങൾ ഒരുക്കി ഇങ്ങനെ വെക്കുക, അതേപോലെ അഥവാ സംഭാരം കെട്ടൽ. നടുക്ക് ബ്രഹ്മകലശത്തിന് അഷ്ടദളവും ചുറ്റുപാടും 1000 കുടങ്ങൾക്കുള്ള മറ്റ് പത്മങ്ങളിടൽ, പീഠം ഇങ്ങനെ വിരിക്കൽ, അതേപോലെ കുടം കമഴ്ത്തൽ എല്ലാം അന്ന് തന്നെ കഴിയണം. ബിംബം ശിലാനിർമ്മിതമാണ്. അത് ഒരു പ്രതീകം മാത്രമാണ്. ആ ബിംബത്തിൽ കുടികൊള്ളുന്ന ചൈതന്യ ശരീരം വേറെയുണ്ട്. അത് കലകൾ, തത്വങ്ങൾ, വർണ്ണങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിതമാണ്. ബിംബം എന്ന ശിലാശില്പത്തിന് ചൈതന്യമായ മറ്റൊരാകാരമുണ്ട്. ഉദാഹരണത്തിന് ഹിമവാന് നഗ്നദൃഷ്ടികളാലുള്ള ഒരു മലനിര എന്നതിലുപരിയായി ശ്രീ പാർവതിയുടെ അച്ഛൻ, അതേപോലെ മേനാദേവിയുടെ ഭർത്താവ്, പരമേശ്വരൻ്റെ ശ്വശുരൻ എന്നീ ചൈതന്യ സ്വരൂപം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചൈതന്യ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പനെ തത്വങ്ങളെ കൊണ്ട് പുനർനിർമ്മിക്കുകയാണ് തത്വഹോമം കൊണ്ടും തത്വകലശം കൊണ്ടും ചെയ്യുന്നത്. സഹസ്രകലശം കൊണ്ട് സാധിക്കുന്നതും ഈ പ്രക്രിയയാണ്. കുറേ കൂടി വിപുലമാണ്. അപ്പോൾ 25 തത്വങ്ങളാണ് വിഷ്ണുവിനുള്ളത്. സഹസ്രകലശത്തിന് ബ്രഹ്മമടക്കം പ്രധാന 25 വിഭാഗങ്ങൾ തന്നെയാണുള്ളത്. മന്ത്രസ്പന്ദനങ്ങളെ കൊണ്ട് ചൈതന്യ ശരീരത്തിൻ്റെ ഓരോ കോശത്തെയും കേടുതീർത്ത് നവീകരിക്കുകയാണ്. ഈ കാഴ്ചപ്പാടിലാണ് ആഗാമിക കർമ്മങ്ങളുടെ തത്വം ഗ്രഹിക്കാനാവുന്നത്. 7-ാം ദിവസം കാലത്തെ തത്വഹോമവും തത്വകലശവും അന്ന് കാലത്ത് തന്നെ സഹസ്രകലശ മണ്ഡപത്തിൽ, അതായത് കൂത്തമ്പലത്തിൽ പ്രധാന ബ്രഹ്മകലശ പൂജയും നടക്കുന്നു. അപ്പോൾ കുംഭേശകർക്കരി പൂജകളും അന്ന് തന്നെയാണ്. ഉച്ചതിരിഞ്ഞാണ് ഈ പരികലശ പൂജകൾ. വൈകുന്നേരം അധിവാസ ഹോമവും കലശാധിവാസവും ഉണ്ട്. 8-ാം ദിവസം കാലത്തെ പൂജ, ശീവേലി, പന്തീരടി പൂജ എന്നിവ 8 മണിക്ക് മുമ്പ് കഴിയും. 8 മണിയോടെ സഹസ്ര കലശാഭിഷേകം ആരംഭിക്കും. പരികലശാഭിഷേകം ഏതാണ്ട് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്നു. 12 മണിയോടെ ബ്രഹ്മകലശം വഹിച്ചുകൊണ്ടുള്ള ആഘോഷപൂർവമായ ക്ഷേത്ര പ്രദക്ഷിണം ആരംഭിക്കുന്നു. തുടർന്ന് ബ്രഹ്മകലശത്തിലെ മന്ത്രചൈതന്യത്തെയും ദേവങ്കൽ ലയിപ്പിക്കുന്ന ബ്രഹ്മകലശമാടുന്നു. ഇതോടെ വിശുദ്ധി, സാന്നിധ്യ, സമൃദ്ധീകാരം ആയ കർമ്മ പരമ്പരകൾ പര്യവസാനിക്കുന്നു. നവീകരണ കലശത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിൽ ഏറിയ പങ്കും 8 ദിവസം കൊണ്ട് ഗുരുവായൂരിൽ നടത്തപ്പെടുകയാണ്. അപ്പോൾ മറ്റു പല ക്ഷേത്രങ്ങളിലും നൂറ്റാണ്ടിലൊരിക്കൽ പോലും നവീകരണ കലശം നടക്കുന്നില്ല എന്നതാണ് സത്യം. എല്ലാ ബ്രഹ്മകലശങ്ങൾക്കും സ്വർണ്ണ കുംഭങ്ങളും പരികലശങ്ങൾക്ക് മുഴുവൻ രജത കുംഭങ്ങളുമായി ഗുരുവായൂരിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇതുകൊണ്ടാണ് ഗുരുവായൂരിലെ ചൈതന്യവൃത്തിക്ക് നിദാനങ്ങളിലൊന്ന് കൊല്ലം തോറും നടക്കുന്ന സഹസ്രകലശ ക്രിയയാണെന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവായൂരിൽ കർമ്മങ്ങൾക്ക് നിഷ്ഠയും ശ്രദ്ധയുമുണ്ട്. അതിനാൽ നാനാമുഖമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു. സാമാന്യമായി കലശം മൺകുടങ്ങളിലാണ് നടത്തുന്നത്. കലശങ്ങൾക്ക് ഉത്തമമായ ലോഹം സ്വർണം തന്നെ ആയതിനാൽ സമീപഭാവിയിൽ ബ്രഹ്മകലശം മാത്രമല്ല മുഴുവൻ കലശകുടങ്ങളും സ്വർണമാക്കി സഹസ്രകലശം നടത്താനാവുമെന്ന് ഗുരുവായൂരപ്പ കടാക്ഷത്താൽ ആശിക്കാം. സഹസ്രകലശത്തെക്കുറിച്ച് പറയാം. ഉത്സവങ്ങളുടെ മുന്നോടിയായി വിഗ്രഹ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പാവനമായ ഒരു കർമ്മമാണ് സഹസ്രകലശം. 1000 കലശങ്ങളിൽ മന്ത്രോച്ചാരണത്തോടെ തീർത്ഥജലം ഒരുക്കി ഈ തീർത്ഥജലം ബിംബത്തിൽ അഭിഷേകം ചെയ്യുന്ന പ്രക്രിയയാണ് സഹസ്രകലശം. വലിയ ചെലവ് വരുന്ന സഹസ്രകലശ കർമ്മം എല്ലാ വർഷവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. ദേവന്മാർ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന അനുഷ്ഠാനമാണ് സഹസ്രകലശം എന്നാണ് സങ്കല്പം. ഗുരുവായൂരപ്പന് സഹസ്രകലശമാടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കലശങ്ങളിൽ 25 തനി സ്വർണത്തിൽ നിർമ്മിച്ചവയാണ്. ബാക്കിയെല്ലാം വെള്ളിയിലും. 7 ദിവസത്തെ ചടങ്ങുകളോടെയാണ് സഹസ്രകലശം സമാപിക്കുന്നത്.
ഉത്സവകാലത്ത് ഗുരുവായൂരും പരിസര പ്രദേശവും ദീപാലങ്കാര പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. പുത്തൻ ഉണർവും ചൈതന്യവും കൈവരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ പുതിയ ഓലമേഞ്ഞും കുമ്മായം പൂശി ചുമരുകളും മതിലുകളും പുതുമ വരുത്തിയും വാഴക്കുല, ഇളനീർക്കുല എന്നിവ കൊണ്ടും തെങ്ങിൻ്റെ ഓല കൊണ്ട്, അതായത് കുരുത്തോല, തോരണം തൂക്കിയും ഇങ്ങനെ അലങ്കരിക്കാറുണ്ട്. ഇന്ന് അലങ്കാര രീതികൾ കാലാനുസൃതമായി മാറി. പുതിയ കമാനങ്ങളും ഡിജിറ്റൽ രൂപത്തിലുള്ള വൈദ്യുത അലങ്കാരങ്ങളുമാണ് ദൃശ്യമാവുന്നത്. അപ്പോൾ ക്ഷേത്ര പരിസരം മുഴുവൻ കമാനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കൗതുക രൂപങ്ങളും ഒരുക്കി ഏറ്റവും നല്ല ഒരുക്കത്തിന് മത്സരം നടത്തി സമ്മാനങ്ങൾ നൽകുകയും ഇന്ന് നടത്തിവരുന്നു. ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഗോപുരങ്ങളും പ്രദക്ഷിണ വഴികളും ദീപാലങ്കൃതമായും നിറപറയും നിലവിളക്കും ഒരുക്കിയും തയ്യാറെടുക്കുന്നു. സ്വർണ്ണക്കോലവും ആലവട്ടവും വെഞ്ചാമരങ്ങളുമായി ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഗുരുവായൂരപ്പൻ്റെ ഗ്രാമപ്രദക്ഷിണവും പറയെടുപ്പും ആറാട്ടെഴുന്നള്ളിപ്പും മറ്റൊരു ക്ഷേത്രത്തിലും ഇത്രയും വിസ്മയകരമാകാൻ തരമില്ല. അതുപോലെ പ്രസിദ്ധരായ ഗായകർ നടത്തുന്ന പാട്ട് കച്ചേരികൾ, നൃത്തനൃത്യങ്ങൾ, മതപ്രഭാഷണങ്ങൾ, ക്ഷേത്രകലകളായ ചാക്യാർകൂത്ത്, പാടകം, തായമ്പക, മേളം, പഞ്ചവാദ്യം എന്നിവ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ക്ഷേത്രത്തിനകത്തുമായി ഉത്സവ ദിവസങ്ങളിൽ അരങ്ങേറുന്നു. ഇവയെല്ലാം ആസ്വാദകർക്ക് കണ്ണിനും കാതിനും മനസ്സിനും കുളിർമയേകുന്നതും സാമുദായികമായി ഒരു ഒത്തുചേരലിനുള്ള മുഹൂർത്തം എന്ന നിലയിലും പ്രാധാന്യത്തോടെ നടത്തുന്നു. ഉത്സവം ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയൊരുക്കുന്നതിനും ഗ്രാമോത്സവങ്ങൾക്ക് പ്രാചാരമേറുവാനും സഹായകമാണ്. ഗുരുവായൂരിലെ ഉത്സവം കൊടിയേറുന്നത് കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ്. അനിഴം നാളിൽ പര്യവസാനിക്കുന്നു. അന്നാണ് ധ്വജപ്രതിഷ്ഠാ കർമ്മം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്സവത്തിന് വെടിക്കെട്ട് നടത്താറില്ല. ഉണ്ണികൃഷ്ണ സങ്കല്പത്തിൽ ആരാധിക്കുന്നതിനാൽ വെടിക്കെട്ടിൻ്റെ ഭീകര ശബ്ദം ഒഴിവാക്കിയതാണ്. ക്ഷേത്രമുറ്റം അടിച്ചു തളിച്ച് വൃത്തിയാക്കുവാനും എഴുന്നള്ളത്തിന് പന്തം പിടിക്കുന്നതിനും അവകാശപ്പെട്ട വീട്ടുകാർ പലരുമുണ്ട്. അപ്പോൾ ക്ഷേത്ര ജീവനക്കാർക്കും പരിസരവാസികൾക്കും ഉത്സവകാലങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ കഞ്ഞിയും മുതിരയുടെ പുഴുക്കും പപ്പടവും ഉത്സവ പന്തിയിലും അതേപോലെ വീടുകളിലേക്കും നൽകി വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്ര ജീവനക്കാർക്കും അവകാശികൾക്കും മറ്റും ചോറും കറിയും 10 ദിവസവും നൽകുന്നുണ്ട്. 8-ാം വിളക്ക് ദിവസം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി നൽകുന്നുണ്ട്. ഇതുകൊണ്ടെല്ലാം തന്നെ ഏവർക്കും മുഴുവൻ സമയവും പങ്കുകൊണ്ട് ക്ഷേത്രോത്സവം ഗംഭീരമാക്കുവാൻ അവസരമുണ്ടാകുന്നു. ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഇങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് പ്രജാക്ഷേമ കാര്യങ്ങൾ സംതൃപ്തമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനാകുന്നു. സമൃദ്ധമായി ഭക്ഷണം 10 ദിവസം ലഭിച്ച ഭക്തജനങ്ങളുടെ സംതൃപ്തി ഭഗവാൻ നേരിട്ട് അനുഭവിച്ചറിയുന്നു. ആചാര്യാവരണമാണ് യഥാർത്ഥത്തിൽ ഉത്സവത്തിലെ ആദ്യ ചടങ്ങ്. തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകുന്നതോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു. പണ്ട് തലമുതിർന്ന ഊരാളനായിരുന്നു ഇത് നിർവഹിച്ചിരുന്നത്. പിന്നീട് മല്ലിശ്ശേരിയുടെ അവകാശമായി മാറി. മണ്ഡപത്തിലിരുന്ന് പുറംകോയ്മ, അതായത് വെണ്ണേരി നമ്പിടി സുരക്ഷിതത്വം ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ചടങ്ങ് നടത്തിയിരുന്നത്. അപ്പോൾ ഈ കണ്ടിയൂർ പട്ടരുടെ അനുമതിയും തേടുന്ന പതിവുണ്ട്. വെള്ളിത്താലത്തിലോ ചെമ്പ് ഫലകത്തിലോ വെച്ച് കൂറയും പവിത്രവും തന്ത്രിക്ക് ദാനം ചെയ്യുന്നു. ആചാര്യവരണത്തോടെ ഉത്സവം താന്ത്രിക വിധി അനുസരിച്ച് വിധിയാവണ്ണം നിർവഹിക്കേണ്ട ചുമതല തന്ത്രി ഏറ്റെടുക്കുന്നു. അപ്പോൾ കൊടി കയറി ഇങ്ങനെ ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ക്ഷേത്രോത്സവങ്ങൾ അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്നീ 3 രീതികളിലാണ്. ഇനി മുളയിടിൽ എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് സഹസ്രകലശം എന്നാൽ ഉച്ചയ്ക്കുള്ള സഹസ്ര കലശാഭിഷേകമാണ്. എന്നാൽ തികച്ചും 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഗമിക കർമ്മ പരമ്പരകളുടെ അവസാനത്തെ ഇനമാണ് ഈ കലശാഭിഷേകം. മുളയിട്ട് നടത്തുന്ന കർമ്മങ്ങളെല്ലാം മംഗളകരമായിരിക്കുമെന്നാണ് പ്രമാണം. മംഗളാങ്കുരവിരോപണപൂർവം മംഗളം ഭവതി കർമ്മകൃതം തൽ. അർത്ഥം എന്ന ശബ്ദത്തിന് സമ്പത്ത് എന്നാണ് നാം പൊതുവേ ധരിക്കുന്നത്. ഭാരതീയ പണ്ഡിതന്മാർ, മുനീശ്വരന്മാർ ഇവരെല്ലാം അർത്ഥ ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത് ഭൂമിയിൽ കൃഷി ചെയ്ത് കിട്ടുന്ന സമ്പത്തിനെ മാത്രമാണ്. മറ്റെല്ലാം അനർത്ഥം. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവാത്ത പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഭൂമിയിൽ നടത്തുന്ന കൃഷിയും കാർഷികോൽപ്പന്നങ്ങളും. സന്തുലിതമായ കൃഷി കൊണ്ട് ഭൂമിക്ക് നാശമില്ല. മന്ത്രപൂരിതമാക്കി ചൈതന്യമാക്കിയ ബീജാങ്കുരങ്ങളെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. പശുവിൻ പാലുകൊണ്ട് നനച്ച മാവിൻ തൈ മൂവാണ്ടൻ 3 വർഷം കൊണ്ട് കായ്ക്കും. മുളയിടാനുള്ള ധാന്യങ്ങൾ പശുവിൻ പാൽ കൊണ്ട് കഴുകാനാണ് തന്ത്രശാസ്ത്ര വിധി. നവധാന്യങ്ങളുടെ വിത്തുകൾ പാകുക എന്നതാണ് ഈ ചടങ്ങ്.
നവരനെല്ല്, ഉഴുന്ന്, തുവര, തിന, ചെറുപയർ, വലിയ പയർ, മുതിര, അമരവിത്ത്, ചാമ, എള്ള്, കടുക്, യവം എന്നിവയാണ് നവധാന്യങ്ങൾ. അപ്പോൾ ഓരോ ധാന്യവും വ്യത്യസ്ത ദേവന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. യവം ബ്രഹ്മാവ്, ചെറുപയർ വിഷ്ണു, കടുക് ശിവൻ, തുവര വായു, തിന സുബ്രഹ്മണ്യൻ, ഉഴുന്ന് ഇന്ദ്രൻ, മുതിര അഗ്നി, നെല്ല് ആദിത്യൻ, എള്ള് യമൻ, അമര ഭഗവതി, ചാമ സോമൻ, വലിയ പയർ വരുണൻ എന്നിങ്ങനെയാണ്. അപ്പോൾ പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്ത കുടങ്ങൾ, അടിയിൽ മണ്ണ്, അരിച്ച മണൽ, ചാണകപ്പൊടി എന്നിവ ഇങ്ങനെ നിറച്ച് മുളയറയിൽ നിരത്തി വയ്ക്കുന്നു. മന്ത്രോച്ചാരണത്തോടുകൂടി തന്ത്രി വിവിധ ധാന്യങ്ങളുടെ വിത്ത് കൂട്ടിക്കലർത്തി ദേവതാ സങ്കല്പത്തോടുകൂടി ആ പാത്രങ്ങളിൽ പാകുന്നു. 2-4 ദിനങ്ങൾ കൊണ്ട് അവ മുളച്ച് മേലോട്ടുയർന്നു നിൽക്കും. മുളയറയിലെ പൂജ കഴിഞ്ഞ് തന്ത്രി കൊടി കയറ്റുന്ന കർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു. ഇനി ആനയോട്ടം, അതേപോലെ തന്നെ ഗുരുവായൂരപ്പന് പഴുക്കാമണ്ഡപം, പള്ളിവേട്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉത്സവത്തോടനുബന്ധിച്ച് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കേൾക്കാം. അപ്പോൾ ഒരു അറിവും ചെറുതല്ല. അപ്പോൾ എല്ലാവരും ഭഗവാനെക്കുറിച്ചും ഗുരുവായൂരിനെക്കുറിച്ചും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, ഉത്സവങ്ങൾ, അതേപോലെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കുക. ഹരേ കൃഷ്ണ.